വറഹ്മത്തുള്ളാ. നല്ല ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ അടങ്ങാത്ത അഭിലാഷമാണ്. നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ അറിവിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ യോജിച്ച, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സൗകര്യങ്ങളുള്ള, നമുക്ക് ജീവിക്കാൻ പാകത്തിന് സാമ്പത്തികമായിട്ട് ലഭിക്കുന്ന ഒരു ജോലി നമ്മുടെയൊക്കെ സ്വപ്നമാണ്. പലർക്കും പല ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നേടുകയും അതിനോട് യോജിച്ച ഒരു ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്ത് എത്രയോ വലിയ കോഴ്സുകൾ ലക്ഷങ്ങൾ കെട്ടിവെച്ച് പൂർത്തിയാക്കി ജോലി ലഭിക്കാതെ നാടിൽ അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പരിഹാരം അന്വേഷിച്ചുകൊണ്ടുമൊക്കെ ബന്ധപ്പെടാറുണ്ട്. വിശുദ്ധമായ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വചനങ്ങളും അതിനെല്ലാം പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ മുമ്പ് അത് ചിലതെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്, വളരെ കൂടുതൽ ആളുകൾക്ക് നല്ല ഉദ്ദേശിച്ച ജോലിയും ഉള്ള ജോലിയിൽ സ്ഥാന ലബ്ധിയും ഉദ്ദേശിച്ച പോസ്റ്റുകളിലേക്കുള്ള മാറ്റവും ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ദിക്റിനെ കുറിച്ചാണ്. ഇത് നമ്മൾ 44,944 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അതൊറ്റ ദിവസം കൊണ്ട് തന്നെ ചൊല്ലണമെന്നില്ല. എത്ര ദിവസം എടുത്തിട്ടാണ് ചൊല്ലുന്നതെങ്കിലും ഒരു 2-3 റൗണ്ട് ഇത്രയും പ്രാവശ്യം ചൊല്ലി തീർക്കണം. ഏത് സ്ഥലത്ത് വെച്ചും ഏത് സമയത്തും നജസല്ലാത്ത സ്ഥലത്ത് വെച്ചൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റും. ശുദ്ധിയുള്ള സമയത്തും അല്ലാത്ത സമയത്തും സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റും. അങ്ങനത്തെ ഈ ദിക്റ് ആത്മാർത്ഥമായി നമുക്ക് എല്ലാ അധികാരവും തരുന്നവൻ, ഏത് ജോലിയും തരുന്നവൻ അള്ളാഹുവാണ് എന്ന ഉദ്ദേശത്തോടുകൂടെ ഇങ്ങനെ നല്ലൊരു ഉദ്ദേശം ലക്ഷ്യം വെച്ച് എന്റെ കുടുംബത്തിനെ ഹലാലായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്റെ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാൻ, പാവങ്ങൾ സഹായിക്കാൻ, ഇങ്ങനത്തെ നല്ല നല്ല നിയ്യത്തുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി നാം ഇത്രയും തവണ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ മുൽക്ക് എന്ന ദിക്റ് 44,944 പ്രാവശ്യം, അത് ഒരു റൗണ്ട് കഴിഞ്ഞ് നമുക്ക് ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും ചൊല്ലുക. അങ്ങനെ നമുക്ക് കഴിവിന്റെ പരമാവധി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അത്രയും പവറുള്ള ദിക്റാണത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു മാ കുൻതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും നബിമാരും അവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതോടുകൂടെ തന്നെ മാലിക്കുൽ മുൽക്ക്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളാണ്, വിശുദ്ധ നാമങ്ങളാണ്. അതും കൂടിയാകുമ്പോ എന്തായാലും അതിന്റെ പവർ നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ ലക്ഷ്യം നെയ്യത്താക്കിക്കൊണ്ട്, നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക. ഇൻഷാ അള്ളാഹ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.